സംസ്ഥാനത്തെ ഇടത് ഭരണം മാറണമെന്നും അതിന് കോൺഗ്രസ് പാർട്ടി വേഗത്തിൽ ചടുലമായി രംഗത്തിറങ്ങണമെന്നും ആഹ്വാനം ചെയ്ത് ബിഗ് ബോസ് മലയാളം വിജയും സംവിധായകനുമായ അഖിൽ മാരാർ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്യുകയുണ്ടായി. തുടർന്ന് ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണിപ്പോൾ. ചിന്താശേഷിയില്ലാത്ത പ്രതിപക്ഷമായതുകൊണ്ട് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം ജയിക്കുമെന്നാണ് അഖിൽ മാരാർ ചൂണ്ടിക്കാട്ടുന്നത്. 2026 തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി സർക്കാർ വയനാട്ടിലടക്കം കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമെന്നും ഇതോടെ പിണറായി മഹാനാകുമെന്നും താരം കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതിനു മുമ്പ് പ്രതിപക്ഷം രംഗത്തിറങ്ങി കാര്യങ്ങൾ ചെയ്യണമെന്ന നിർദ്ദേശമാണ് താരം മുന്നോട്ട് വെക്കുന്നത്. അഖിൽ മാരാരുടെ പോസ്റ്റിനെ എതിർത്തും അനുകൂലിച്ചും സോഷ്യൽ മീഡിയയിൽ നിരവധി അഭിപ്രായ പ്രകടനങ്ങളാണ് ഉയർന്നു വരുന്നത്. ജ്യോതിഷം പറയില്ല ഇത്ര കറക്റ്റ് കാര്യം എന്നാണ് അഖിൽ മാരാരുടെ പോസ്റ്റിന് വന്ന കമന്റുകളിലൊന്ന്. കോൺഗ്രസിനെ സുഖിപ്പിക്കണം, എന്നാൽ BJP പിണക്കാനും കഴിയില്ല. അണ്ണന്റെ നിരീക്ഷണം എന്ന് അഖിലിനെ പരിഹസിക്കുന്ന കമന്റുകളും പോസ്റ്റിന് താഴെ വന്നിരുന്നു. ഇടതനുഭാവികൾ കൂടുതലും പ്രതികരിക്കുന്നത് ഒരു രക്ഷയുമില്ല, നീ അങ്ങ് കരഞ്ഞു തീർത്തോളൂ എന്ന തരത്തിലാണ്. ഈ കമന്റിന് അഖിൽ മാരാർ മറുപടി നൽകിയത് ഇങ്ങനെയായിരുന്നു: ജനങ്ങളുടെ കണ്ണീര് കൊണ്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി അതിൽ നീരാടി ജീവിക്കുന്ന മുഖ്യമന്ത്രി ഉള്ളപ്പോൾ എന്റെ കണ്ണീര് വിലയുണ്ട് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ്. ദേശീയപാത വികസനത്തിന്റെ ക്രെഡിറ്റ് മോദി സർക്കാരിന് നൽകിയ അഖിലിനുള്ള മറുപടി കമന്റ് ഇങ്ങനെയാണ്: ദേശീയപാത നിതിൻ ഗഡ്കരിയുടെയും നരേന്ദ്രമോദിയുടെയും ഇച്ഛാശക്തിയുടെ ഫലമാണ്. അങ്ങനെയെങ്കിൽ 2015 ദേശീയപാത അതോറിറ്റി ഇവിടുത്തെ ഓഫീസും പൂട്ടി ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ഡൽഹിക്ക് തിരിച്ചു പോയത് എന്തിനായിരുന്നു? ഇത്തരത്തിലാണ് കമന്റുകൾ വരുന്നത്.